തന്നെ ഭയങ്കര പ്രീമിയം ലുക്ക്. ഈ ഒരു വാം ലൈറ്റ് ഒക്കെ ഉണ്ടോ? ഫോക്കസിലാണല്ലേ? ആ ഒരു പെർഫെക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് മനസ്സിലായി കാണും എന്താണ്. പണ്ട് ഇവിടെ മൊത്തം നിരന്ന് ബാസ് ട്യൂബുകൾ ഇരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ. കോട്ടൂർ റോഡ് ലൈൻസിൻ്റെ ദി ലോൺ വോൾഫ്. അതായത് ഫസ്റ്റ് അപ്ഡേഷനിൽ നമ്മുടെ വല്യേട്ടൻ എന്നായിരുന്നു പേരെങ്കിൽ, സെക്കൻഡ് അപ്ഡേഷനിലെ എഡിഷൻ നെയിം ഇപ്പോൾ ദി ലോൺ വോൾഫ് എന്നാണ്. അപ്പോൾ മാരക അപ്ഡേഷൻ കഴിഞ്ഞ് ആ ഒരു ലുക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഒരു മാരക അപ്ഡേഷൻ കഴിഞ്ഞ് വന്ന് നടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ. വെൽക്കം ബാക്ക് ടു മല്ലു റാപ്റ്റർ. ഇറ്റ്സ് മീ രഞ്ജു ആൻഡ് സ്റ്റേ ടു ദ വീഡിയോ. അപ്പോൾ സെക്കൻഡ് അപ്ഡേഷനിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റങ്ങളൊക്കെ കണ്ടോ. നമ്മളിപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് ചന്ദനപ്പള്ളിയിലാണ് കേട്ടോ. പത്തനംതിട്ട ചന്ദനപ്പള്ളിയിലാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. അപ്പോൾ കോട്ടൂർ റോഡ് ലൈൻസിൻ്റെ ദി ലോൺ വോൾഫ്, ആ ലോൺ വോൾഫാണ് ഈ നമ്മളീ കാണുന്നത്. ഒക്ടായിട്ടൊക്കെ ഇങ്ങോട്ട് അടിക്കുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ലുക്കായിട്ടുണ്ടല്ലേ. ടോപ്പിൽ നമുക്ക് ടോപ്പ് ലൈറ്റ് കാണാം. അവിടുന്ന് താഴോട്ട് നോക്കിയാൽ നെയിം ബോർഡിലെ പിക്സൽ വന്നിട്ടുണ്ട്. അവരുടെ ആ ഒരു റൈറ്റിങ്ങും ആ ഒരു ലോഗോയും ആ ഒരു പിക്സൽ നെയിം ബോർഡ് കൂടെ വന്നപ്പോഴേ ഭയങ്കര ലുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു എഡിഷൻ നെയിം കണ്ടോ, ദി ലോൺ വോൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എഡിഷൻ നെയിമും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു വോൾഫിൻ്റെ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ, അതാണ് ഈ ഒരു വണ്ടിയുടെ ലുക്കേ മാറ്റുന്നത്. ശരിക്കും ആ ഒരു നോർമൽ ക്യാപ്പല്ലേന്ന് ഉപരി ആ ഒരു ലുക്ക് കൂടെ വന്നു കഴിഞ്ഞപ്പോഴേ ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഒരു ഗ്രാഫിക്സ് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ മെയിൻ കേട്ടോ. ഒരു അക്വാ ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഫുള്ള് ആ സെയിം ബോഡി കളറിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള നിയോൺ സ്ട്രിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ആ 3 സ്ലോട്ടിൽ നമുക്ക് നിയോൺ സ്ട്രിപ്പ് കാണാം ഹെഡ് ലാമ്പിൻ്റെ അവിടെ. അവിടുന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റിലും നിയോൺ സ്ട്രിപ്പ് കാണാം. പിന്നെ ഈ ഒരു ലിപ്പിൻ്റെ താഴെ നമുക്ക് നിയോൺ സ്ട്രിപ്പ് കാണാം കേട്ടോ. നിയോൺ സ്ട്രിപ്പ് ഫുള്ള് ആ ഒരു ബോഡി കളറിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഫ്രണ്ട് സെക്ഷനിലെ കാര്യം. പിന്നെ നമ്മൾ സൈഡിലോട്ടൊക്കെ വരുന്ന സമയത്ത് ആ ഒരു സൈഡ് ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇപ്പോൾ അത്യാവശ്യം സന്ധ്യ സമയമാണ്. സൈഡ് ലുക്കൊക്കെ സൈഡിലോട്ടൊക്കെ നോക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു വണ്ടിയുടെ ഫുൾ ഗ്രാഫിക് ലുക്ക് നമുക്ക് കിട്ടുന്നത്. ആ ഒരു വോൾഫിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ആ ഒരു ഗ്രാഫിക്സ് ഭയങ്കര രസമുണ്ടല്ലേ കാണാനായിട്ട്. അതുപോലെ തന്നെ കോട്ടൂരിൻ്റെ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം യുണീക്ക് ടച്ച്, കുറേ നാളിന് ശേഷം യുണീക്ക് ടച്ച് വന്നിട്ടുള്ളൊരു വണ്ടിയാണിത്. അപ്പോൾ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഭാഗത്തോട്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കീപ് കാം ഹിയർ ആസ് റോർ എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടി മാത്രമേ ക്വാർട്ടർ ഗ്ലാസിൻ്റെ അവിടെ റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതാണ് സൈഡ് സെക്ഷൻ്റെ കാര്യം. പിന്നെ വീൽ ആർച്ചിൻ്റെ അവിടെ നിയോൺ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് ഓണല്ല. അതുപോലെ ആ ഒരു വീൽ കപ്പ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു വീൽ കപ്പാണ്. സെയിം ബോഡി കളർ കൊണ്ട് മാച്ച് ആവുന്ന രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ബാക്ക് ലുക്ക് കണ്ടോ. ശരിക്കും ആ ഒരു സന്ധ്യ സമയം കൂടെ ആയപ്പോഴത്തേക്കിന് വണ്ടിയുടെ ലുക്ക് വേറെ ലെവലായിട്ടുണ്ട്. ശരിക്കും വെയിലാണെങ്കിൽ കുറച്ചുകൂടെ ഡേ ലൈറ്റ് കൂടുതലുള്ള സമയത്ത് ഈ വണ്ടിയുടെ ലുക്ക് കുറച്ചുകൂടെ ആണ് കേട്ടോ. അപ്പോൾ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു വോൾഫിൻ്റെ വലിയൊരു ഗ്രാഫിക്സ് നമുക്ക് ബാക്കിൽ കാണാം. കോട്ടൂരിൻ്റെ ബാഡ്ജിങ് കാണാം. പിന്നെ ബാക്കിൽ നമുക്ക് കാര്യമായിട്ടൊന്നും കാണാൻ സാധിക്കത്തില്ല. പിന്നെ ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് 2018 മോഡൽ BMR ആയിരുന്നു. BMR ഫ്രണ്ട് വണ്ടിയായിരുന്നു.
ആ വണ്ടിയാണ് ഇപ്പോൾ ക്യാപ്പെല്ലയിലോട്ട് ഫ്രണ്ടും ബാക്കും മാറ്റി കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും വണ്ടി വേറെ ലെവൽ ലുക്ക് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ദേ ഈ സൈഡിലോട്ടൊക്കെ വരുന്ന സമയത്ത് അതാണ് ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ എക്സ്റ്റീരിയർ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് കയറാം. ഇൻറ്റീരിയറും വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ക്യാമ്പിലോട്ട് വരുന്ന സമയത്ത് ഇവിടെയും മാനേജർ എല്ലാ വണ്ടിയിലും കണ്ടു 3 വണ്ടിയിലും കണ്ടു. അപ്പോൾ ജിഷ്ണു ചേട്ടനുണ്ട്. ജിഷ്ണു ചേട്ടാ, നമ്മുടെ സെക്കൻഡ് അപ്ഡേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? നമ്മൾ സെക്കൻഡ് അപ്ഡേഷൻ ഉദ്ദേശിച്ചത് ഒരു തിരിച്ചറിവാണ്. അതുകൊണ്ടാണ് നമ്മൾ BMR എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്ന് മാറി BMR പുതിയ ക്യാപ്പല്ലയാക്കിയത്. അതിന് നമ്മളെ സഹായിച്ചത് ഫോക്കസിലാണല്ലേ? ആ ഒരു പെർഫെക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പുള്ളി അതാ പറഞ്ഞത്, പുള്ളിയുടെ തന്നെ മെയിൻ ഒരു ഫോക്കസിന്റെ തന്നെ അതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. പെർഫെക്ഷൻ അതാണ്, അത് നമുക്ക് കാണാൻ സാധിക്കും. വണ്ടി കാണുമ്പോഴേ ഫോക്കസ് തന്നെ ഗ്രാഫിക്സ് ശ്രീതേണ്ണാണല്ലേ? കാലിക്കറ്റ് ശ്രീതേണ്ണാണ് ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൊടുത്തൊരു കൺസെപ്റ്റ് വെച്ച് വേറെ ഒരു ലെവൽ ഐറ്റം എന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഒന്നാമത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബോഡി ക്യാപ്പല്ല, സെറ്റ് ക്യാപ്പല്ല ആ ഒരു മോഡലാണ്. പക്ഷെ അതിൽ തന്നെ ഒരു യുണീക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിപ്പോ നമ്മൾ ലൈറ്റ് വർക്ക് ചെയ്തിരിക്കുന്ന ഫിനിക്സിലാണല്ലേ? ലൈറ്റ് വർക്ക് നമ്മുടെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഫിനിക്സിലാണ്. വർക്ക് കംപ്ലീറ്റഡ് അല്ല. വർക്ക് നേരത്തെ നമ്മള് വർക്ക് വർമാസിലായിരുന്നു ചെയ്തത്. സൗണ്ട് സിസ്റ്റം വർമാസിന്റെ സൗണ്ട് സിസ്റ്റം നിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഫിനിക്സിന്റെ ചെറിയൊരു കോംബോ ആയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പൊ എല്ലാരും ഒന്ന് ടച്ച് ചെയ്ത് വിട്ടു. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ കോട്ടൂരിന്റെ ലോഗോ ആണ്. നിങ്ങളുടെ ലോഗോ അങ്ങനെയും പറയാം. അക്രിലിക് ചെയ്തിട്ടുള്ള ഒരു ലാൻഡിന്റെ ലോഗോ ആണ് വരുന്നത്. കോട്ടൂരിന്റെ ബാഡ്ജിങ് ഇവിടെ എന്തോ നമ്മുടെ ഫാൻസ് എല്ലാവരും ചോദിച്ചൊരു കാര്യം, നീലയും കറുപ്പും എന്തുകൊണ്ട് ചെയ്യുന്നില്ല? മറുപടി ആയിട്ടാണ് ഞങ്ങൾ ആദ്യമേ ഇതിറക്കി. ഇങ്ങനെയും ഡ്രാഗൺ ക്യൂബിന്റെയും എന്തുകൊണ്ട് അപ്ഡേഷൻ ചെയ്യുന്നില്ലെന്ന് വളരെ അതിനുള്ള മറുപടി ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നല്ല, അത്രേ ഉള്ളൂ. ഞങ്ങൾ തകർക്കാൻ നോക്കും നീലയും കറുപ്പും. പിന്നല്ല. അപ്പോൾ ബാക്കി സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതൊരു സ്പൈഡറിന്റെ അല്ലേ? സ്പൈഡറിന്റെ രീതിയിൽ നിയോൺ വരുന്നുണ്ട്. പിന്നെ ബില്ലറ്റ് കാണാം. ഇവിടെ 2 ഫ്ലാഷറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നെയിം ബോർഡ് പിക്സൽ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ക്യാബിന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്റീരിയർ നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത്? കയറി വന്നപ്പോൾ തന്നെ ഭയങ്കര പ്രീമിയം ലുക്ക്. ഈ ഒരു വാം ലൈറ്റ് ഒക്കെ ഉണ്ടോ? ഇത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കംഫർട്ടാണ്. നമ്മുടെ നോർമൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ നൈറ്റ് ഡ്രൈവില് അത് കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ടാണ്. വാം വൈറ്റ് എന്ന് വെച്ചാൽ എന്തോ അവർക്കതൊരു വണ്ടിയാണെങ്കിലും ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കും. പ്രീമിയം ലുക്ക്, അത് കയറി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നല്ല പ്രീമിയം ലുക്കാണ്. അങ്ങനെ തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പിക്സൽ ആയിട്ടുണ്ട് അല്ലേ? ഭയങ്കര ലുക്കായിട്ടുണ്ട് അല്ലേ? ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതുപോലെ നമ്മുടെ അവിടെ ഒരു ഫ്ലാഗ്, യുകെയുടെ ഫ്ലാഗ്, അതെ യുകെയുടെ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. അത് കാണിച്ചാൽ യുകെയുടെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ നിയോണി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെന്തൊക്കെയാണ് നമ്മൾ പൈനിയറിന്റെ സ്പീക്കേഴ്സ് അല്ലേ? ഇതിലും പൈനിയർ ആണ്. ഫുള്ള് വണ്ടിയിലും പൈനിയർ ആണ്. എല്ലാ വണ്ടിയും പൈനിയറാണ്. ബാക്കിൽ 2 ഡിഗ്രി വേറെ സപ്പോർട്ടിങ്ങും പൈനിയർ തന്നെയല്ലേ? പൈനിയറാണ്. ബാക്കിൽ ഇനിയും കയറാറുണ്ട് ഡിഗ്രി. അത് ശരിക്കും അത് ഞാനൊരു ഐറ്റം കാണിച്ചു തരാം. ഈ ഒരു വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഇത്രയും വരെ ബെർത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ്. പണ്ട് ഇവിടെ മൊത്തം നിരന്ന് ബാസ് ട്യൂബുകൾ ഇരുന്ന സ്ഥലമാണ്. 2017 ഇറക്കിയപ്പോ 2017 ഇതല്ലേ? ഞാൻ 18 എന്നാ പറഞ്ഞത്. 17 BMR നിക്കാൻ പറ്റാത്തതാണ്. അതെ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കിയത്. അതൊക്കെ ഒരു കാലം. ഫുള്ള് ബാസ് ട്യൂബ് ആയിരുന്നു അല്ലേ? ഇപ്പം അതൊരു പുതിയൊരു രീതി എന്ന രീതിയിലേക്കാണ് ഇപ്പോഴും ഇവിടെ ഒന്നും ചെയ്യാതിട്ടിരിക്കുന്നത്. എന്തോ യൂണീക്ക് ഇത് ഞങ്ങള് വരുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് ഞങ്ങൾ അത് ഡിക്ലെയർ ചെയ്യും എന്തുവാണ് ഇവിടെ ഇനി പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. പിന്നല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് കറന്റ് AC വെൻസ് ഉണ്ട് കേട്ടോ. AC വെൻസ് ഉണ്ട്. പിന്നെ ലോൺ വോൾഫിന്റെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ അതും നിയോണി ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, കിടുവായിട്ടുണ്ട്. ഈ ഒരു പേര് മൊത്തം ഫുള്ള്
വൈൽഡ് ആണല്ലോ. ലോൺ വോൾഫ്, ലയൺ കിങ്, ഡ്രാഗൺ ക്യൂന്, BS6 രണ്ടോ അത് ആ ഒരു പേരൊക്കെ സെറ്റ് ആയി. ക്യാപ്പെല്ല വൈറ്റ് അവിടെ കിടപ്പുണ്ട്. G-ഫോം അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതെന്തായാലും ഞങ്ങൾ എന്തായാലും ഇതൊരു ക്യാപ്പില്ല, അതൊരു ക്യാപ്പിലായിട്ട് വരുമ്പോ എന്തായാലും ഞങ്ങളൊരു ഒഫീഷ്യലായിട്ട് തന്നെ അതൊന്ന് പണിഞ്ഞേ ഇറക്കത്തുള്ളൂ. 2 BS4 2 സെഡോണ്, 2 ക്യാപ്പല്ല, പിന്നെ 2 BS6 സെഡോണ്. അപ്പൊ സെറ്റാണ്. പിന്നെ നമ്മുടെ ട്രാവലറും. അപ്പൊ അതാണ് വരുന്നത്. പിന്നെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും പയനിയറിന്റെ സ്പീക്കേഴ്സ്, ഇത് നമ്മുടെ 2 DD 4 ഹെഡ്. അപ്പോൾ അത്രയാണ് ബാക്കി വരുന്നത്. പിന്നെ ഇവിടെ ബില്ലറ്റ് വരുന്നുണ്ട്. ഇത് നമ്മുടെ മൂവിങ് LED ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ മേളിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ TV, പിന്നെ നമ്മൾ ബാക്കി കണ്ടുള്ള സെയിം ഒരു മൂവിങ് LED വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബില്ലറ്റ് കാണാം, മാക്സ് LED തന്നെ. ഇവിടെ നമുക്ക് മൂവിങ് LED ലൈറ്റ് കാണാം. പിന്നെ ഇതാണ് നമ്മുടെ ആ ഒരു UK ഫ്ലാഗും കാര്യങ്ങളൊക്കെ, എന്തായാലും കൊള്ളാം. പിന്നെ കോട്ടൂരിൻ്റെ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ട് അക്രിലിക് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റാണ് കേട്ടോ ഇത്, ഈ ഒരു സ്പീക്കറിൻ്റെ കവറിങ് ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് സ്ട്രിപ്സ് വരുന്നുണ്ട്. ഇതും പിക്സൽ അല്ലേ, ഇതിനകത്ത് പിക്സലാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പിക്സൽ കാണാം. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ. ഭയങ്കര ലെവൽ ലുക്കായിട്ടുണ്ട് വണ്ടി, ഒരു പ്രീമിയം അല്ലേ, ഭയങ്കര പ്രീമിയം ലുക്കായിട്ടുണ്ട് വണ്ടി. സ്റ്റുഡൻസിനും ഇഷ്ടപ്പെടണം, എല്ലാ ഏജിലുള്ളവർക്കും ഇഷ്ടപ്പെടണം. ആര് വണ്ടി ചോദിച്ചാലും ലോൺ വോൾഫ് മതി എന്ന് പറയണം, ആ ഒരു ലെവലാണ്. അപ്പോൾ എന്തായാലും അത് കിടുവായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ വരുന്നത്. അതുപോലെ ഇവിടെ നമുക്കൊരു TVയും കാണാം കേട്ടോ. TVയുടെ അവിടെ നമുക്കൊരു TV ഉണ്ട്. TVയുടെ ടോപ്പിലായിട്ട് നമുക്കൊരു 4 ഹെഡ് ലേസറും വരുന്നുണ്ട്. വീട്ടിൽ നിന്നാണോ അവിടെ വിളിച്ചേ? എന്താ പറഞ്ഞു? അപ്പോൾ നമ്മുടെ കോട്ടൂരിൻ്റെ ക്രൂ എല്ലാം ഉണ്ട് കേട്ടോ. ലോൺ വോൾഫിൻ്റെ സാരഥി. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? കണ്ണൻ. അപ്പോൾ ചേട്ടൻ എത്ര ആളായി കോട്ടൂർ വന്നിട്ട്? 4 വർഷം. വന്നപ്പോൾ തൊട്ട് ഈ വണ്ടിയാണോ കയ്യിൽ? മാറി വന്നതല്ലേ. ഇപ്പോൾ സെക്കൻഡ് അപ്ഡേഷൻ കഴിഞ്ഞിട്ട് ഈ വണ്ടി എങ്ങോട്ട് കൊണ്ടുപോയാലും ഭയങ്കര ഫാൻ ബേസ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? എങ്ങനെയുണ്ട് ആ ഒരു പവർ? പിന്നല്ല, അത്രേ ഉള്ളു. പിന്നെ നമ്മുടെ ജസ്റ്റിൻ ബ്രോ കോട്ടൂരിന്റെ മെയിൻ അല്ലേ, നമ്മുടെ ജിഷു ചേട്ടൻ പറയുന്നത് മെയിൻ അല്ലേ? ഓ മെയിൻ ആണ്. പിന്നല്ല, അത് പ്രൊമോഷൻ ആണല്ലേ യൂസ് ചെയ്യുന്നതാണല്ലേ. അപ്പോൾ ഒഫീഷ്യൽ ഹാൻഡിൽസ് എല്ലാം യൂസ് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ ബ്രോയുടെ പേരെന്തായിരുന്നു? വിനിൽ. നിങ്ങളെല്ലാം കോട്ടൂരിന്റെ ഫാമിലി ഉള്ളതല്ലേ? പിന്നല്ല. ബ്രോ? ഏതു? സുധീഷ്. അപ്പോൾ ഇത്രയും പേരാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലോൺ വോൾഫിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മുടെ കോട്ടൂരിൻ്റെ ബാക്കി 2 പേര് ആരൊക്കെയാണ്? ലയൺ കിങ്, ഡ്രാഗൺ ക്യൂൻ. പിന്നല്ല, ബ്രഹ്മാസ്ത്ര അല്ലേ? ബ്രഹ്മാസ്ത്ര വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ. നെക്സ്റ്റ് ഇനി ഒരു കിടിലൻ വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.